സ്വന്തം ശേഷി മനസ്സിലാക്കാതെ ഇന്ത്യയുമായി മുട്ടാൻ നിൽക്കുന്ന പാകിസ്ഥാൻ നിലമറന്ന് സ്വന്തം രാജ്യത്തെ തന്നെയാണ് ബലി കൊടുക്കുന്നത്. അതിർത്തിയിൽ നിയമങ്ങൾ ലംഘിച്ച് വെടിവെപ്പുകൾ തുടരുന്ന പാകിസ്ഥാൻ ഏതറ്റം വരെ പോകുമെന്ന് നോക്കി നിൽക്കുകയാണ് ഇന്ത്യ. അതിരുകടന്ന് ഒരു നീക്കമുണ്ടായാൽ പാകിസ്ഥാന് അതിന്റെ മറുപടി ഉടൻ തന്നെ കിട്ടുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യവുമാണ്. അത്തരത്തിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ ആഞ്ഞടിച്ചോളാൻ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകര ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണത്തിന്റെ രീതി, ലക്ഷ്യങ്ങൾ, സമയം എന്നിവ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ എന്നിവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു സന്ദേശം കൈമാറിയിരിക്കുന്നത്. പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സേനയ്ക്ക് നൽകിയിരുന്നു. സ്ഥലവും സമയവും രീതിയും സൈന്യത്തിന് തീരുമാനിക്കാമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നത് ഇത് രണ്ടാം തവണയാണ്. ഭീകരതയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുക എന്നത് നമ്മുടെ ദേശീയ ദൃഢനിശ്ചയമാണെന്നും ഇന്ത്യൻ സൈന്യത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചുറപ്പിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. പാകിസ്ഥാനുമേൽ സർക്കാർ ഇതിനകം തന്നെ നിരവധി നയതന്ത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിയും കടുപ്പിക്കുമെന്ന് തന്നെയാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതും. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ ഒട്ടും ആലോചിക്കാതെ തന്നെ ഉടനടി പ്രത്യാക്രമണം നടത്താനുള്ള അധികാരം സൈന്യത്തിന് കിട്ടിയ സ്ഥിതിക്ക് ശത്രുക്കൾ കരുതി തന്നെ ഇരിക്കണം. ഇന്ത്യക്ക് അതിന് കഴിയുമെന്ന് പാകിസ്ഥാനും അറിയാമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേസമയം ഇന്ത്യ അടുത്ത 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തുമെന്ന വിവരങ്ങൾ രാജ്യത്തിന് ലഭിച്ചതായി പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അതൗല തരാർ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. കൂടാതെ ഇന്ത്യയുടെ സൈനിക കടന്നുകയറ്റം ആസന്നമാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നേരത്തെ റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണ്. പക്ഷേ നമ്മുടെ നിലനിൽപ്പിന് നേരിട്ട് ഭീഷണിയുണ്ടെങ്കിൽ മാത്രമേ ആണവായുധങ്ങൾ ഉപയോഗിക്കൂ എന്നും ആസിഫ് പറഞ്ഞിരുന്നു. അതിനിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ഇന്ത്യയുടെ മുന്നൊരുക്കങ്ങളുമെല്ലാം പാകിസ്ഥാനിൽ ഭയപ്പാട് സൃഷ്ടിക്കുകയും ആഭ്യന്തരമായ പിരിമുറുക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നുണ്ടെന്നാണ് വിവരം. ഇന്ത്യ വ്യാപാര പാത അടച്ചതും സിന്ധു നദിയിൽ നിന്നുള്ള ജലം തടഞ്ഞതും പണ്ടേ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന പാകിസ്ഥാനെ കൂടുതൽ വെല്ലുവിളികളിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. യുദ്ധത്തിന് ശക്തമായി തന്നെ അണിനിരക്കും, ഇന്ത്യയെ തറ പറ്റിക്കുമെന്ന് പറയുമ്പോഴെല്ലാം തന്നെ പാകിസ്ഥാന്റെ സ്ഥിതി അതിദയനീയം തന്നെയാണ്. അത് നിലവിൽ വീണ്ടും കൂടിയിരിക്കുകയുമാണ്. വിദേശ നാണ്യ ശേഖരം എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് നേരത്തെ തന്നെ. ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് ലഭ്യത നിലച്ചതോടെ ആരോഗ്യരംഗത്തും പാകിസ്ഥാൻ ത്രിശങ്കുവിലായിരിക്കുകയാണ്. പാക് കറൻസിയുടെ മൂല്യം ഓരോ ദിവസം ചെല്ലുന്തോറും ഇടിയുകയുമാണ്. മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പാക് കറൻസി ഏറെ താഴെയാണ്. ഭീകരവാദം തകർത്ത അഫ്ഗാനിസ്ഥാന്റെ കറൻസിയേക്കാൾ പിന്നിലാണ് പാക് കറൻസിയുടെ മൂല്യമെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ എത്രത്തോളം അവശതയിലാണെന്നത് ഊഹിക്കാവുന്നതാണ്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ കറൻസികൾക്ക് താഴെയാണ് പാക് കറൻസി എത്തി നിൽക്കുന്നത്. അമേരിക്കൻ ഡോളറുമായി പാകിസ്ഥാൻ കറൻസിയുടെ വിനിമയ മൂല്യം 306.33 ആണ്. അതായത് ഒരു അമേരിക്കൻ ഡോളർ വാങ്ങാൻ 307 പാകിസ്ഥാൻ രൂപ കൊടുക്കേണ്ടി വരും. ഇന്ത്യയിൽ ഇത് 85 രൂപയാണെന്ന് ഓർക്കണം. തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളും ആഭ്യന്തര കലാപങ്ങളും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിലെ നിർണായകമായ ഘടകങ്ങളാണ്. വിദേശ നിക്ഷേപകർ പാകിസ്ഥാനെ ഏറെക്കുറെ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ മാസം അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് $2 ബില്യൺ വായ്പ അനുവദിച്ചിരുന്നു. 3 പതിറ്റാണ്ടിനിടെ ആദ്യമായി പണപ്പെരുപ്പം 0.7% കുറഞ്ഞിരുന്നു. പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാന് കിട്ടിയ തിരിച്ചടിയാണ് വരുത്തിവെച്ച വിനയായ പഹൽഗാം ഭീകരാക്രമണം. അതിനു പിന്നാലെ ഇന്ത്യ നടത്തിയ നടപടികളെല്ലാം തന്നെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് താനും. സംഘർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്രത്തോളം പ്രതികൂലാവസ്ഥ നേരിടേണ്ടി വന്നെങ്കിൽ സംഘർഷം വർദ്ധിച്ചാൽ അത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തളർത്തുമെന്നതിൽ സംശയമൊന്നുമില്ല. അതേസമയം ഇന്ത്യ പാക് സംഘർഷം മയപ്പെടുത്താൻ ഇടപെടാമെന്ന് അറിയിച്ച് ഐക്യരാഷ്ട്ര സംഘടന രംഗത്തെത്തിയിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഫോണിൽ വിളിച്ച് സംസാരിച്ചതായാണ് വിവരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ സെക്രട്ടറി ജനറൽ ആശങ്ക പ്രകടിപ്പിച്ചു. വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി.